പ്രിയങ്ക ഗാന്ധിയുടെ ഇത്തവണത്തെ ഫോട്ടോഷൂട്ട്, വയനാട്ടിലെ ഫോട്ടോഷൂട്ട് എന്തായാലും ഗംഭീരമായി മാറി, ഹൃദയഹാരിയായി മാറിയെന്നൊക്കെ പറയാൻ പറ്റും. സാധാരണഗതിയിൽ MP വയനാട്ടിലേക്ക് വരുമ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കാറുണ്ട്. പലപ്പോഴും ഒരു VIP സന്ദർശനമായിട്ട് മാറുന്നു. പ്രിയങ്ക ഗാന്ധിയും അതേ ആരോപണം നേരിട്ടിരുന്നു, മുമ്പ് രാഹുൽ ഗാന്ധിയും ഇതേ ആരോപണം നേരിട്ടിരുന്നു. എന്തായാലും അതിൽ നിന്ന് വിഭിന്നമായി ഇത്തവണത്തെ ഫോട്ടോഷൂട്ട് തൂക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചെറുവയൽ രാമനൊരു ബിഗ് ക്രെഡിറ്റ് കൊടുക്കണം. കാരണം നമ്മളെല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മഹാകർഷകനായ, അപൂർവ നെല്ലിനങ്ങളുടെ സംരക്ഷകനായ ചെറുവയൽ രാമനൊപ്പം 3 മണിക്കൂറാണ് പ്രിയങ്ക ഗാന്ധി ചെലവിട്ടത്. പിന്നെ നമുക്കറിയാം നെഹ്റു കുടുംബത്തിൻ്റെ ഒരു കഴിവ്. കാരണം അതിപ്പം മുത്തശ്ശിയാണെങ്കിലും ചേട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവരെല്ലാം ഫോട്ടോഷൂട്ടുകൾ വളരെ തന്മയത്വത്തോടെ തന്നെ പൂർത്തിയാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ അത് പ്രിയങ്കയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. വളരെ ആസ്വദിച്ച് വയനാട്ടിലെ വയലേലകളിലൂടെ ആ ഒരു ചെറുവയൽ രാമൻ്റെ പാടശേഖരത്തിലും വീട്ടിലെല്ലാം പോയി അവരിൽ ഒരാളായി, അതായത് ഗോത്ര വിഭാഗക്കാരിൽ ഒരാളായിട്ട് മാറാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. ചെരുപ്പിടാതെയാണ് പാടശേഖരത്തിലൂടെ പ്രിയങ്ക നടന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതുകൂടാതെ തന്നെ അമ്പും വില്ലും പ്രയോഗിക്കാൻ പഠിച്ചു. പിന്നെ ഉണ്ണിയപ്പം കഴിച്ചു. ഇതൊക്കെ പ്രിയങ്കയെ സംബന്ധിച്ച് വലിയ സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ചെറുവയൽ രാമൻ്റെ പാട്ട് കേൾക്കാനും പ്രിയങ്ക സമയം കണ്ടെത്തി. വളരെ ആസ്വദിച്ചൊരു ശൈശവ നിഷ്കളങ്കതയോടെ തന്നെയാണ് പ്രിയങ്ക ആ ഒരു ഫോട്ടോഷൂട്ട് പൂർത്തിയാക്കിയത്. അപ്പോൾ എന്തായാലും ഇത്തവണ പ്രിയങ്ക ഗാന്ധി ഒരു ബിഗ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ചെറുവയൽ രാമനാണ്. കാരണം സാധാരണ രീതിയിലുള്ള വിമർശനങ്ങളെയെല്ലാം ഈ ഒരു ഫോട്ടോഷൂട്ട് വഴി അതിജീവിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. കാരണം ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ആ ഒരു കർഷകനെ, തൻ്റെ ജീവിതം തന്നെ കാർഷിക വൃത്തിക്ക് വേണ്ടി ഹോമിച്ച ആ ഒരു ഗോത്ര വിഭാഗക്കാരനായ കർഷകനെ ആദരിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. 2023 പത്മശ്രീ പുരസ്കാരം നൽകിയാണ് നരേന്ദ്രമോദി സർക്കാർ ചെറുവയൽ രാമനെ ആദരിച്ചത്. നമുക്കറിയാം മോദി സർക്കാർ വന്നതിന് ശേഷം പത്മ പുരസ്കാരങ്ങൾ ആർക്കാണ് ലഭിക്കുന്നതെന്ന്. കാരണം ഏറ്റവും അർഹതയുള്ള കൈകളിലേക്ക് തന്നെയാണ് ആ പുരസ്കാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ഇപ്പം കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്ത്, UPA ഭരണകാലത്തൊക്കെ പത്മശ്രീ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ പത്മ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടന്മാർക്കും വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്കൊക്കെയാണ് നൽകാറ്. പിന്നെ ബോളിവുഡിലെ താരറാണിമാർക്കും, പിന്നെ അതുകൂടാതെ തന്നെ മാധ്യമപ്രവർത്തകർ, അതായത് കോൺഗ്രസിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ബർക്കാദത്തിനും രാജ്ദീപ് സർദേശായിക്കൊക്കെയാണ് ആ കാലയളവിൽ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നത്. പക്ഷേ BJP സർക്കാർ വന്നതിന് ശേഷം അതിലൊരു വലിയ മാറ്റം കാണാൻ സാധിച്ചു. കാരണം സമൂഹത്തിലെ താഴേക്കിടയിൽ നിന്ന് രാജ്യ പുരോഗതിക്കായിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. പത്മ പുരസ്കാരങ്ങളുടെ തിളക്കം കൂടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ആ ഒരു പുരസ്കാര ചടങ്ങ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം സമൂഹത്തിൻ്റെ, ഇന്ത്യയുടെ വൈജാത്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആളുകളെയാണ് ആദരിക്കപ്പെടുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതെന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഒരു സന്ദർശനം നമുക്കൊരിക്കലും വിമർശനാത്മകമായിട്ട് കാണാൻ സാധിക്കില്ല. കാരണം ചെറുവയൽ രാമനെ വൈകിയാണെങ്കിലും അംഗീകരിക്കാൻ കോൺഗ്രസിനും പ്രിയങ്ക ഗാന്ധിക്കൊക്കെ സാധിച്ചു. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനും ഒരു മികച്ച ഫോട്ടോഷൂട്ട് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതുമാത്രമല്ല, ഇനിയിപ്പം ചെറുവയൽ രാമൻ്റെയൊക്കെ ഉപദേശം സ്വീകരിച്ച് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.